ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന റീഡിംഗ് ഫ്യൂച്ചർ സ്പൗസ് റീഡിംഗ് ആണ്. അപ്പോൾ കുറേ നാളായി ഫ്യൂച്ചർ സ്പൗസ് റീഡിംഗ് ചെയ്തിട്ട്, അപ്പോൾ ഞാൻ കരുതി ഇത്തവണ ഫ്യൂച്ചർ സ്പൗസ് റീഡിംഗ് തന്നെ ചെയ്യാം. അപ്പോൾ 2 പൈൽസാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2. ഓക്കെ, കാർഡ്സ് ഓൾറെഡി ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റ്യൂട്ടീവ്ലി ഒരു പൈൽ ചൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. പൈൽ നമ്പർ 1, റെഡ് കോയിൻ ചൂസ് ചെയ്തയുടെ റീഡിംഗ് ആണ് ആദ്യം. ഏതൊക്കെ കാർഡ്സാണ് വന്നിരിക്കുന്നത് നോക്കാം. ജസ്റ്റിസ്, 4 of Pentacles, 3 of Swords, High Priestess, Temperance, Capricorn, Jupiter. Okay. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. ബുദ്ധിമുട്ട് മീൻസ് ഈ വ്യക്തിക്ക് ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആവാൻ പോകുന്ന വ്യക്തിക്ക് ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് പാസ്റ്റ് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, പക്ഷേ ഈ വ്യക്തി നോക്കുന്നത് ഒരു സ്പെഷ്യൽ പേഴ്സണ് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടായതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ ഒരുപാട് ലെസൺസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ വ്യക്തിക്ക് അറിയാം അതായത് ഒരു മാരേജ് മെറ്റീരിയൽ ആണോ, വൈഫി മെറ്റീരിയൽ ആണോ, ഹസ്ബൻഡ് മെറ്റീരിയൽ ആണോ എന്നൊക്കെ ഒരു ആളോട് കുറച്ച് നേരം ഒന്ന് ഇൻറ്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ വ്യക്തിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം വളരെ ഇൻറ്റ്യൂട്ടീവായിട്ട് ഒരാളാണ്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് ഉണ്ടായതുകൊണ്ട് തന്നെ വളരെ ഇൻറ്റ്യൂട്ടീവാണ്. അതിങ്ങനെ ആൾക്കാരെ സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുണ്ട് ഈ വ്യക്തിക്ക്. ഓക്കെ, അപ്പോൾ കുറച്ച് പേരോട് ഇന്ന് ഇൻറ്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലാവും അവരുടെ ഇൻറ്റൻഷൻസ് എന്താണ്. അപ്പം കോമ്പാറ്റബിൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് അത് തുറന്ന് പറയാൻ മടിയൊന്നുമില്ല. ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറയാൻ മടിയില്ലാത്ത ഒരാളാണ്. ലൈഫിനൊരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. വർക്ക് ലൈഫും ഫാമിലി ലൈഫും തമ്മിലൊരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ബാലൻസ് ഇല്ലാത്ത മെൻ്റൽ ബാലൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ അനുഭവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കാം. അങ്ങനെയും ആവാം. ഒരു സൈക്കോളജിസ്റ്റോ സൈക്യാട്രിസ്റ്റോ മെൻ്റൽ ഇൽനെസ് ഉള്ള ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽഡായിരിക്കാം, അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ. കാരണം ജസ്റ്റിസ് കാർഡൊക്കെ വന്നിട്ടുണ്ടായതുകൊണ്ട് നിയമപരമായിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസോ അങ്ങനെ ഒരുപാട് പേരെ പ്രോബ്ലംസ് കേൾക്കുന്ന ഒരാളാണിത്. ജൂപ്പിറ്റർ കാർഡ് ഉണ്ടായതുകൊണ്ട് തന്നെ വളരെ വിസ്ഡം ഉള്ള ആളാണ്. ഓക്കെ, വിസ്ഡം എന്ന് പറയുമ്പോൾ എന്താ, പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ ആ വ്യക്തിയുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരുപാട് ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആയിരിക്കാം, പക്ഷെ അങ്ങനെ റാൻഡംലി ഒരാളെ പിക്ക് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ചൂസിയാണ്.
ചിലപ്പോൾ വളരെ സ്പിരിച്വലായ ഒരു വ്യക്തിയായിരിക്കാം. സ്പിരിച്വാലിറ്റിയോടും അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരിക്കാം. അല്ലെങ്കിൽ ജൂപ്പിറ്റർ എനർജി അബണ്ടൻസിനെയാണ് കാണിക്കുന്നത്. ജൂപ്പിറ്റർ അബണ്ടൻസ്. അതുകൊണ്ട് തന്നെ അബണ്ടൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻസ്. കാരണം അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ് അല്ലേ. ചിലർക്ക് മണി വൈസാണ് അബണ്ടൻസ് എന്ന് പറയുമ്പോഴേ ഒരുപാട് പണം ഉണ്ടെങ്കിലാണ് അബണ്ടൻ്റ് ആണെന്ന് പറയുന്നതെന്ന് പറയും. ചിലർക്ക് അത് ടാലൻറ്റ് വൈസായിരിക്കാം. ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തി അബണ്ടൻ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുമല്ലെങ്കിൽ പറയാവുന്നത്, ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയേ ഉള്ളൂ, പക്ഷേ ഞാനതിൽ ഹാപ്പിയാണ്. അങ്ങനെ ചിന്തിച്ചാൽ ആ വ്യക്തി അബണ്ടൻ്റ് ആണ് അല്ലേ. അങ്ങനെയും ചിന്തിക്കാമല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ കേപ്രിക്കോൺ എനർജി ഉണ്ടായതുകൊണ്ട് വളരെ ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, വർക്കഹോളിക് ആയിരിക്കും, ജോലിയോട് വളരെ ആത്മാർത്ഥതയുള്ള ആളാണ് ഏത് ഫീൽഡിലാണെങ്കിലും. ഓക്കെ, ഫീൽഡ് എനിക്ക് പറയുന്നത് ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന, അല്ലെങ്കിൽ സൊസൈറ്റൽ കോസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന പോലെ ഒരു സോഷ്യൽ വർക്കറോ അല്ലെങ്കിൽ അങ്ങനത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനോ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റോ. ഓക്കെ, പിന്നെ കേപ്രിക്കോൺസ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കേപ്രിക്കോൺ ഭയങ്കരമായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് കേപ്രിക്കോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാരോട്, എസ്പെഷ്യലി ഫാമിലി മൊത്തത്തിലല്ല, അതായത് വീട്ടിനകത്തുള്ള അച്ഛൻ, അമ്മ, സിസ്റ്റർ, ബ്രദർ, അങ്ങനെയൊക്കെയുള്ള ക്ലോസ് റിലേഷനിലുള്ള ആൾക്കാരോട് ഭയങ്കര സ്നേഹമായിരിക്കും. അവരോട് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരിക്കും, എന്തും ചെയ്യും. അതാണ് കേപ്രിക്കോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, മറ്റുള്ളവരോട് അത്രയൊരു, പുറമേ ഉള്ള ഒരാളോട് അത്രയൊരു സ്നേഹം കാണിക്കണമെന്നില്ല. കുറച്ച് പൊസസീവായിട്ടും ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു നേച്ചറാണ് കാണുന്നത്. വളരെ പ്രൊട്ടക്റ്റീവായിരിക്കും, കുറച്ച് പൊസസീവ്നെസ് ഒക്കെ ഉള്ള ഒരാളാണ്. ഓക്കെ, പിന്നെ സാറ്റേൺ എനർജി, കേപ്രിക്കോൺ റൂൾ ചെയ്യുന്നത് സാറ്റേൺ ആണ്, ശനി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് ഞാൻ പറയില്ല, കുറച്ച് ഡിലേ ഉണ്ടാവാം. സോ കുറച്ച് പേഷ്യൻസ് കാണിക്കുക. പിന്നെ അതുപോലെ പറയാനുള്ളത്, വളരെ ട്രഡീഷണലായിട്ടുള്ള ചിന്താഗതിയുള്ള ഒരാളായിരിക്കാം. വളരെ ട്രഡീഷണലായിട്ടുള്ള രീതിയിൽ നടക്കണം, അങ്ങനത്തെ ഡ്രസ്സ് ഇടണം, അങ്ങനെയൊക്കെയുള്ള ചില കടുംപിടുത്തങ്ങളൊക്കെ ഉള്ള ഒരാളായിരിക്കാം. പിന്നെ കേപ്രിക്കോൺ പറയുന്നത്, നിങ്ങളൊരു വ്യക്തിയോട്, ഈ കേപ്രിക്കോൺ സൈനിൽപ്പെട്ട ഒരാളാണെങ്കിൽ ഒരാളോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ആൾക്കാരാണ്. മാരേജ് എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിനോട് താല്പര്യമുള്ള, ഒരു ഹുക്കപ്പ് കൾച്ചറിനോടൊന്നും താല്പര്യം ഇല്ലാത്ത ഒരാളായിരിക്കാം. അതായത് ഞാൻ പറഞ്ഞത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു തോട്ട്സൊക്കെ ആയിരിക്കാം. ഓക്കെ, പിന്നെ വളരെ പാഷനേറ്റ് ആയിരിക്കും, വളരെ ഫോക്കസ്ഡ് ആയിരിക്കും, ബ്യൂട്ടിഫുൾ ആയിരിക്കാം. ഓക്കെ, അതുപോലെ ഒരു നല്ല ബ്യൂട്ടി സെൻസ് ഉള്ള ആളായിരിക്കാം. ബ്യൂട്ടി സെൻസ് എന്ന് പറയുമ്പോൾ പിന്നെ വളരെ ഇൻ്റലക്ച്വൽ ആയിരിക്കാം, ഷാർപ്പായിരിക്കാം. ഓക്കെ, വളരെ ലോജിക്കലായിട്ട് ചിന്തിച്ച് നീതിപരമായി മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തി. ഓക്കെ, പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ, കേപ്രിക്കോണിനകത്ത് തന്നെ പറയുന്നത് 3 നക്ഷത്രങ്ങൾ വരും. അതായത് ആസ്ട്രോളജിക്കലി പറയുകയാണെങ്കിൽ ഉത്ര, ആഷാഢ, ധനിഷ്ഠ ആൻഡ് ശ്രാവൺ. അതായത് ഉത്രാടം, അവിട്ടം, തിരുവോണം മലയാളത്തിൽ. ഓക്കെ, അതിൽ ഈ ഉത്രാടം നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഉത്രാട നക്ഷത്രക്കാരെങ്കിലും അറിയാമെങ്കിൽ അവരെ ശ്രദ്ധിച്ചാൽ മതി. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും അവർ. അവരുടെ എസ്പെഷ്യലി അവരുടെ നെയിൽസ്, അവരുടെ കൈകൾ, കാലുകൾ, ബോഡി മൊത്തം അവർ ഭയങ്കര നീറ്റായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരായിരിക്കും. ഹൈജീനിക് ആയിരിക്കും ഭയങ്കര. എപ്പോഴും വൃത്തി വേണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ പാർട്ട്ണറിൽ അവരത് എക്സ്പെക്റ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ നല്ല ഡ്രസ്സിങ് സെൻസ് ആയിരിക്കും, നല്ല കളർ സെൻസ് ആയിരിക്കും.
നല്ല ഫാഷൻ സെൻസ് ഉള്ളവരാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഫയൽ നമ്പർ 1. ഓക്കെ, വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നോക്കി വരുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓപ്പണായിട്ട് തന്നെ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യും. വളരെ നല്ലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫയൽ നമ്പർ 1ൻ്റെ റീഡിങ്. നെക്സ്റ്റ് ഫയലിലേക്ക് പോകാം. ഫയൽ നമ്പർ 2. ഈ ഒരു ബ്ലാക്ക് കോയിൻ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. എന്തൊക്കെയാണ് കാർഡ്സിൽ വന്നിരിക്കുന്നത് നോക്കാം. ടോറസ്, മെർക്കുറി, ഓക്കെ 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 നിങ്ങൾ ഈ ഒരു ഫയൽ നമ്പർ 2 നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വരുമോ എന്ന് കുറേ നാളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. ഓക്കെ, കുറച്ചൊരു വിഷമമുണ്ട് മനസ്സിൽ എനിക്ക് തോന്നുന്നു. കാരണം മൂൺ കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചൊരു സാഡ്നെസ്സിനെയും ഒക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഒരു പാസ്റ്റിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കറിയാം ഈ വ്യക്തിയെ. ഓക്കെ, ഒരു റീകൺസിലേഷൻ പോലെ വരുന്നതാണ്. ആ വ്യക്തിയാണ് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ സ്പൗസായിട്ട് കാണുന്നത്. പക്ഷെ 2 ഓഫ് കപ്സ് ആണ് തന്നെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ എത്ര സ്നേഹിക്കുന്നോ അതുപോലെ തിരിച്ചും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ, ബട്ട് വിത്ത് എ ലോട്ട് ഓഫ് പാഷൻ. അപ്പോൾ എന്തെങ്കിലും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസിൻ്റെ ഒക്കെ പേരിൽ നിങ്ങളെ ഒരു പക്ഷേ പാസ്റ്റിൽ മാറ്റി നിർത്തിയ ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ മറ്റൊരു എനർജിക്ക് വേണ്ടി വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നായിരിക്കും. കാരണം ജഗ്ലിംഗ് എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസിൻ്റെ പേരിൽ മാറ്റി നിർത്തി. ചിലപ്പോൾ കരിയർ ആയിരിക്കാം. ഇപ്പോൾ ഒരു പാസ്റ്റ് വ്യക്തിയാണിത്, നിങ്ങൾക്കറിയാം ഈ വ്യക്തിയെ. ഓക്കെ, പിന്നെ കിങ് എന്ന് പറയുന്നത് മാരീഡായ ഒരു എനർജിയാണ്. ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള ഒരാളാണ്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, പക്ഷേ ഈ വ്യക്തിക്ക് ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാർ, അതായത് ഇപ്പോൾ ഇതൊരു പുരുഷനാണെങ്കിൽ സ്ത്രീകളെ ഒരു അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് ഈ വ്യക്തിക്ക്. മൂണിൻ്റെ ഒരു പ്രത്യേകത അതാണ് കേട്ടോ. മൂൺ കാർഡ് വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞതാണ്. അപ്പം ഒന്ന് സൂക്ഷിച്ചോളുക. ഓക്കെ, ചിലപ്പോൾ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും, അതുകൊണ്ടായിരിക്കാം. വളരെ ഹാൻസം ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോഴും ഈ വ്യക്തിക്ക് ഇച്ചിരി ഒരു കൺഫ്യൂഷനുണ്ട്. ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് പറയുകയാണെങ്കിൽ ഒരു ആക്ഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോഴുണ്ട്. ഓക്കെ, പക്ഷേ ആക്ഷൻ എടുക്കും. അതുകൊണ്ടാണല്ലോ ഫ്യൂച്ചർ സ്പൗസിൻ്റെ റീഡിങ്ങിൽ വന്നത്. അല്ലെങ്കിൽ ഒരു മെൻ്റൽ കൺഫ്യൂഷൻ, മൂൺ മൈൻഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മെൻ്റൽ കൺഫ്യൂഷൻ ആവാം. പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് ഒരുപാട് അട്രാക്ഷൻ ഉണ്ട്, ഫോർ ഷുവർ.
പിന്നെ കുറച്ചൊരു കാർമിക്കായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ വ്യക്തി ഒരു ഫൂൾ കാർഡൊക്കെ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ ഒരു പുതിയൊരു എനർജിയിൽ നിൽക്കുമായിരിക്കാം, ഒരു ട്രാൻസ്ഫോർമേഷനിലൊക്കെ കൂടെ പോയിട്ട്. ഓക്കെ, ഒരു റിലാക്സിങ് പോലത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം. കാര്യങ്ങളെ വളരെ വ്യക്തമായി ഇപ്പോൾ കാണാൻ, അല്ലെങ്കിൽ മറ്റൊരു ആംഗിളിലൂടെ കാണുന്നുണ്ട് ഇപ്പോൾ. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു വ്യക്തിയാണ്. റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് വരും. ഫൂൾ കാർഡ് എന്ന് പറഞ്ഞാൽ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു എനർജിയാണ്. ഓക്കെ, പിന്നെ വീണ്ടും 2. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവാം. റെപ്പറ്റേറ്റീവായിട്ട് 222, 222, 333 അങ്ങനെ എന്തെങ്കിലും ഏഞ്ചൽ നമ്പേഴ്സ് വല്ലതും കാണുന്നുണ്ടോ? അതിനൊരു പോസിബിലിറ്റി ഉണ്ട്. വളരെ ഈ വ്യക്തിയെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ വളരെ എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ളൊരു എനർജിയാണിത്. ഭയങ്കര ടോക്കറ്റീവായിട്ടുള്ള, ഒരുപാട് സംസാരിക്കുന്ന, കാരണം മെർക്കുറി കമ്മ്യൂണിക്കേഷനെ കാണിക്കുന്ന കാർഡാണ്. വളരെ നന്നായിട്ട് സംസാരിക്കുന്ന, ഭയങ്കര എക്സ്പ്രസീവായൊരു എനർജിയാണിത്. ഓക്കെ, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം. ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ട്, അതായത് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഹാങ് ഔട്ട് ചെയ്യാൻ പോകാനൊക്കെ ഇഷ്ടമുള്ള, പാർട്ടിങ് ഒക്കെ ഇഷ്ടമുള്ള. പിന്നെ കിങ് ഓഫ് വോൺസ് ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ഒരു സിംഗിൾ പേരൻ്റ് ആയിരിക്കാം, സെക്കൻഡ് മാരേജ് നോക്കുന്നവരാണെങ്കിൽ. ഓക്കെ, പാസ്റ്റിലെ സ്റ്റോറീസൊക്കെ പറഞ്ഞു നടക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരിക്കാം. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാൻ റെഡി ആയിട്ടാണ് വരുന്നത്. നിങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ അങ്ങനത്തെ ഒരു എനർജിയിലായിരിക്കും വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി ചിലപ്പോൾ മീറ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്യാതറിങ്ങിലോ വല്ലതും മീറ്റ് ചെയ്തതായിരിക്കാം, ഓൺലൈൻ മീറ്റിംഗ് ആവാം. പിന്നെ ടോറസ് മണി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു, എന്നാൽ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എനർജിയാണ് ടോറസ്. അപ്പോൾ മണി ശരിക്കും സേവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ലക്ഷറീസ് ഇഷ്ടമാണ്. ഓക്കെ, മെർക്കുറി ടോറസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അനലറ്റിക്കൽ ഉപയോഗിക്കുന്ന ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം. ബാങ്കിങ്ങോ അക്കൗണ്ടിങ്ങോ അല്ലെങ്കിൽ ബിസിനസ് ആവാം, ക്രിയേറ്റീവായിട്ടുള്ള ഫീൽഡ്സ് ആവാം. കാരണം ടോറസ് വീനസ് റൂൾ ചെയ്യുന്ന ഒരു സോഡിയക്കാണ്. അല്ലെങ്കിൽ നന്നായിട്ട് പാടാനുള്ള കഴിവുണ്ടായിരിക്കാം. നമ്മുടെ ത്രോട്ട് ചക്രയൊക്കെ ടോറസാണ് റൂൾ ചെയ്യുന്നത്, കാരണം സെക്കൻഡ് ഹൗസാണ്. സോ അതുപോലെ വിർഗോ സൈൻ എനിക്ക് തോന്നുന്നു ഡോമിനൻ്റ് ആയിട്ട് തോന്നുന്നു. വളരെ സെൽഫ് ക്രിട്ടിക്കലായിരിക്കും, സ്വയം ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളായിരിക്കും, മറ്റുള്ളവരെയും ക്രിട്ടിസൈസ് ചെയ്യും. അതായത് ഒരു പെർഫെക്ഷനിസ്റ്റ് പോലത്തെ ഒരു വ്യക്തിയാണിത്. എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യണം, എന്ത് ചെറിയ കാര്യങ്ങളിലും ഒരുപാട് കുറ്റങ്ങൾ കണ്ടുപിടിക്കും. ഓക്കെ, എന്നാൽ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എനർജിയാണ്, സ്റ്റേബിൾ ആയിട്ടുള്ള എനർജിയാണ്, കമ്മിറ്റഡ് ആയിട്ടുള്ള എനർജിയാണ് ടോറസ് ഉണ്ടായതുകൊണ്ട് തന്നെ. സോൾമേറ്റ് കണക്ഷൻ പോലെയുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പൈൽ നമ്പർ 2ൻ്റെ റീഡിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം. അതുവരെ ബൈ.